ഒരു വ്യക്തിയുടെ മോശമായ പ്രവൃത്തി മൂലം ഫിലിപ്പീൻസിൽ താൽക്കാലികമായി അടച്ചിട്ട ദേവാലയം പാപപരിഹാര പ്രാർത്ഥനകൾക്ക് ശേഷം വിശ്വാസികൾക്കായി തുറന്നു. ഫിലിപ്പീൻസിൽ 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയമാണ് കുറച്ച് ദിവസങ്ങൾ അടച്ചിടേണ്ടി വന്നത്. 28-കാരിയായ ഒരു ബ്ലോഗറായ ക്രിസ്റ്റീൻ മെഡല്ല ദേവാലയത്തിൽ പ്രവേശിച്ച് തുപ്പിയതിനെ തുടർന്നായിരുന്നു ഓഗസ്റ്റ് 5-ന് ദേവാലയം താൽക്കാലികമായി അടച്ചിടാൻ ഓസാമീസ് ആർച്ച് ബിഷപ്പ് ജുമോദ് ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ ദൈവനിന്ദ എന്നായിരുന്നു ഈ സംഭവത്തെ ആർച്ച് ബിഷപ്പ് വിശേഷിപ്പിച്ചത്. ഓഗസ്റ്റ് 16-ന് ആർച്ച് ബിഷപ്പ് ജുമോദിന്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട ചടങ്ങിൽ 1000-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദേവാലയം വീണ്ടും തുറക്കപ്പെട്ടപ്പോൾ ഇടവകക്കാർക്ക് അത് വൈകാരികമായ നിമിഷമായി മാറി. പുണ്യസ്ഥലങ്ങളുടെ പവിത്രതയെ വ്രണപ്പെടുത്തുന്നതോ വിശുദ്ധ അടയാളങ്ങളോടുള്ള ആദരവിനെ ദുർബലപ്പെടുത്തുന്നതോ ആയ എന്തെങ്കിലും പ്രവൃത്തികളാൽ മലിനമാക്കപ്പെട്ടാൽ ആരാധന നിർത്തിവെക്കേണ്ട സാഹചര്യം ആവശ്യമാണോ എന്ന് തീരുമാനിക്കാൻ സഭാ നിയമങ്ങൾ പ്രാദേശിക ആർച്ച് ബിഷപ്പുമാരെയോ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. തീരുമാനമുണ്ടായാൽ ഇടവകക്കാർ ദിവ്യകാരുണ്യ ആരാധന സംഘടിപ്പിക്കുകയും തുടർന്ന് വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് ആത്മീയമായി തയ്യാറാകണം. ഇവിടെയും ഇടവകക്കാർ ഈ രീതി പിന്തുടർന്നിരുന്നു. ഈ ഒരുക്കങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ഇടവക വികാരിയായ റോളി ലഗഡ ആർച്ച് ബിഷപ്പിനോട് ദേവാലയം വീണ്ടും തുറക്കാനായി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. 1880-കളുടെ അവസാനത്തിൽ പൂർത്തിയാക്കിയ ഈ ദേവാലയത്തെ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫിലിപ്പൈൻ വാർത്താ ഏജൻസി മേഖലയിലെ ഒരു പ്രധാന സാംസ്കാരിക മതനാഴികക്കല്ലായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2001-ൽ ഫിലിപ്പീൻസിലെ നാഷണൽ മ്യൂസിയം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തെ ദേശീയ സാംസ്കാരിക നിധി എന്നായിരുന്നു നാമകരണം ചെയ്തത്.